നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി.വി. അൻവറുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ കോൺഗ്രസിൽ ധാരണ. മുന്നണി പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമായില്ല. കോൺഗ്രസ് നേതാക്കളും പി.വി. അൻവറും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ധാരണ. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, കെ.പി.സി.സി. അധ്യക്ഷൻ കെ. സുധാകരൻ, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല എന്നിവരാണ് പി.വി. അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയത്. 1 മണിക്കൂറിലധികം നീണ്ട ചർച്ചയിൽ പി.വി. അൻവർ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചു. കോൺഗ്രസ് നേതാക്കളും മുന്നണി പ്രവേശനം സംബന്ധിച്ച വിഷയത്തിൽ നിലപാട് അറിയിച്ചു. ഇക്കാര്യങ്ങളിൽ തുടർ ചർച്ചകൾ ഉണ്ടാകും. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ തൽക്കാലം സഹകരിച്ച് പ്രവർത്തിക്കാൻ ധാരണയായി. മുന്നണി പ്രവേശനം സംബന്ധിച്ച് UDF-ൽ ഉൾപ്പെടെ തുടർ ചർച്ചകൾ നടക്കും. പി.വി. അൻവറിന്റെ പിന്തുണ നിലമ്പൂരിൽ ഗുണം ചെയ്യും, അക്കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ അൻവറിന്റെ മുന്നണി പ്രവേശം എല്ലാ ഘടക കക്ഷികളുമായി ചർച്ച ചെയ്ത ശേഷം മാത്രം തീരുമാനിക്കും. ഇക്കാര്യത്തിൽ തനിക്ക് മാത്രം അഭിപ്രായം പറയാൻ സാധിക്കില്ല. ഘടക കക്ഷികളുമായി ചർച്ച ചെയ്ത് എല്ലാവരുടെയും അഭിപ്രായം കേൾക്കും. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മറ്റ് നേതാക്കളുമായി ചർച്ച ചെയ്യും, വി.ഡി. സതീശൻ പറഞ്ഞു. അൻവറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസുമായും UDF-ഉമായും സഹകരിച്ച് പ്രവർത്തിക്കാൻ അൻവർ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അത് ഏത് തരത്തിലായിരിക്കുമെന്ന് അദ്ദേഹം ചില നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചു. അക്കാര്യം പാർട്ടിയിലും മുന്നണിയിലും ചർച്ച ചെയ്ത ശേഷം ഉടൻ തീരുമാനിക്കുമെന്നും സതീശൻ പറഞ്ഞു. UDF പ്രഖ്യാപിക്കുന്ന ഏത് സ്ഥാനാർത്ഥിക്കും പരിപൂർണ പിന്തുണ നൽകുമെന്ന് അൻവർ ഉറപ്പു നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് അൻവറിന് മുന്നിൽ ഒരു നിർദ്ദേശവും വെച്ചിട്ടില്ല. സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന്റെ രീതി ചോദിച്ചറിയുക മാത്രമാണ് ചെയ്തത്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.